Hi everyone, welcome to Biology online class. Today we are studying about chapter 1, sensations and responses. Observe the picture. You can see children and other organisms. They have a variety of experiences, isn't it? എന്തൊക്കെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യു ക്യാൻ സീ ഹിയർ എ ചൈൽഡ് ടേസ്റ്റിംഗ് എ മാംഗോ. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? മാംഗോ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ എ സ്നൈൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ചഡ്. ഒരു കുട്ടി ഒരു സ്നെയിലിനെ ടച്ച് ചെയ്തപ്പോഴേക്കും സ്നെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫീൽ ചെയ്ത് അതിൻ്റെ ബോഡി ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ചുറ്റും നോക്കിയാൽ യു ക്യാൻ സീ ഹിയർ എ ഗേൾ ഈസ് വാഷിംഗ് ഫേസ് ആൻഡ് ബട്ടർഫ്ലൈസ് കാണാം, പൂക്കളെ കാണാം. അതേപോലെ നല്ല കാറ്റുള്ള അറ്റ്മോസ്ഫിയറാണ്. ഈ കാറ്റ് ആര് ഫീൽ ചെയ്യുന്നുണ്ട്? ഈ കുട്ടികളൊക്കെ കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതായത് മാംഗോൻ്റെ ടേസ്റ്റ് അറിയുന്നുണ്ട്, വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പൂക്കളുടെ മണം അറിയുന്നുണ്ട്. ഈ പറയുന്ന ടേസ്റ്റ്, ടച്ച്, സ്മെൽ ഇതിനൊക്കെ എന്തെന്ന് പറയും? സ്റ്റിമുലായ് എന്ന് പറയും. അതായത് സെൻസ് ഓർഗൻസ് വഴി നമ്മൾ സെൻസേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതിനുശേഷം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് നോക്കാം, സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. Let us see the concept map of this chapter. We have already seen that we are able to feel, taste, touch, etc. അതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? സ്റ്റിമുലൈ എന്നാണ് പറയുക. സ്റ്റിമുലൈ ആര് റിസീവ് ചെയ്യും? നമ്മളെ ബോഡിയിലുള്ള റിസെപ്റ്റേഴ്സ് റിസീവ് ചെയ്യും. എന്നിട്ട് അതിനെ ഒരു മെസ്സേജ് ആക്കി ഫോം ചെയ്യും. ഈ മെസ്സേജ് എന്ന് പറയുന്നത് ബയോളജിക്കലി ഇമ്പൾസസ് എന്നാണ്. ഇമ്പൾസസ് സെൻസറി ന്യൂറോൺ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ബ്രെയിനിലേക്ക് കൊണ്ടുപോയി ബ്രെയിന് ഈ കാര്യം മനസ്സിലാക്കി തിരിച്ച് നമ്മളെ ബോഡിയിലേക്ക് റിപ്ലൈ അയക്കും. അതായത് മോട്ടോർ ന്യൂറോൺ വഴി നമ്മളെ ബോഡിയിലേക്ക് റിപ്ലൈ ആക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫുഡ് വായിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ ഇത്രയും സംഭവങ്ങൾ നടക്കണം. ബ്രെയിനിലേക്ക് പോയി ബ്രെയിൻ അത് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമ്മളൊരു ഫുഡിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുള്ളത്. സോ ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. സോ ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലൈ ഓൺലി ഫ്രം ഔട്ട്സൈഡ്? സോ വാട്ട് അബൌട്ട് ഹങ്കർ? നമ്മൾ പുറത്തുനിന്ന് മാത്രമാണോ സ്റ്റിമുലൈ ഫീൽ ചെയ്യുന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഹങ്കർ എന്താണ്? വിശപ്പ് എന്താണ്? ദാഹം. സോ സ്റ്റിമുലൈ എന്ന് പറയുന്നത് പുറത്തുനിന്ന് മാത്രമല്ല, നമ്മൾ അകത്തുനിന്നും ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദർ ആർ ടു ടൈപ്സ് ഓഫ് സ്റ്റിമുലൈ, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ. എക്സ്റ്റേണൽ സ്റ്റിമുലൈ മീൻസ് വിച്ച് വി ആർ ഫീലിംഗ് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ പുറത്തുനിന്ന് ഫീൽ ചെയ്യുന്ന സ്റ്റിമുലൈനെയാണ് എന്ത് പറയുക? എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുക. എക്സാമ്പിൾ ടേസ്റ്റ്, ടച്ച്, ഇതൊക്കെ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. The stimuli which we are feeling from internal atmosphere is called internal stimulus. For example, hunger, thirst, ഇതൊക്കെ internal stimuli ആണ്. Impulses means what? Messages. So messages are moving to brain. Brain is also replying back to body. Then actually what are these messages? ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മളെ നെറ്റ്വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതുപോലെ നമ്മളെ ബോഡീൻ്റെ കാര്യം നോക്കിയാൽ ഒരു ഓർഗനിന്ന് മറ്റൊരു ഓർഗനിലേക്ക് മെസ്സേജ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക? അതായത് നെറ്റ്വർക്ക് ഉണ്ടാവും. എന്തെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടാവോ? യെസ്, ദർ ആർ സർട്ടൻ നെറ്റ്വർക്ക് ദാറ്റ് വി ആർ കോളിംഗ് ആസ് വാട്ട്? ന്യൂറോൺസ്. ന്യൂറോൺസ് എന്നാണ് പറയാം. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ന്യൂറോൺ സ്ട്രക്ചർ. സോ ന്യൂറോൺസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ ഇതാണ് ന്യൂറോണിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് വഴിയാണ് ഇമ്പൾസസ് മൂവ് ചെയ്യുക. ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ മെസ്സേജസ്. ഇതുവഴി മൂവ് ചെയ്ത് നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യും. ഇതുപോലെ ഫൈനലി എവിടം വരെ മെസ്സേജ് റീച്ച് ചെയ്യും? ബ്രെയിന് വരെ റീച്ച് ചെയ്യും. സോ ന്യൂറോൺ ഹാസ് എ സൈറ്റോപ്ലാസം, സെൽ ബോഡി. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ മീൻസ് ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് ഫോം ചെയ്യുന്ന ഷോർട്ട് ഫിലമെൻറ്റിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുക. ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് മെസ്സേജസ് എങ്ങോട്ടേക്ക് കൊണ്ടുവരും? സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നുള്ളത് ഡെൻഡ്രോൺ ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് എ ഡെൻഡ്രൈറ്റ്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുക. പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ഇതിന് മുമ്പുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് വരുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ഡെൻഡ്രൈറ്റ് മെസ്സേജ് ക്യാരി ചെയ്ത് എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ഡെൻഡ്രോണിലേക്ക് കൊണ്ടുവരും. ഡെൻഡ്രോൺ അതിനെ സെൽ ബോഡിയിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ്
സെൽ ബോഡിയിൽ നിന്ന് മെസ്സേജ് മൂവ് ചെയ്യുന്നുള്ളത് ആക്സോൺ വഴിയാണ്. ആക്സോൺ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ഏറ്റവും നീളം കൂടിയ ഫിലമെൻ്റ് ആണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നുള്ളത് ആക്സോൺ ആണ്. നെക്സ്റ്റ് വൺ ആക്സോണൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് എന്ത് പറയുക? ആക്സോണൈറ്റ് എന്ന് പറയുക. ഇറ്റ് ക്യാരി ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. അങ്ങനെയാണെങ്കിൽ സിനാപ്റ്റിക് നോബ് എന്താണ്? ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ കാണുന്ന സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ കെമിക്കൽ. എന്താണ് പേര്? ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ വാട്ട് ഈസ് ദ ഫ്ലോ ചാർട്ട് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഇമ്പൾസ്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കാം ഇമ്പൾസ് ന്യൂറോൺസ് വഴി മൂവ് ചെയ്യുന്നുണ്ടാവുക? സോ ഫസ്റ്റ് പാർട്ട് ത്രൂ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇതാണ് ഇമ്പൾസസ് മൂവ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട്. നെക്സ്റ്റ് വൺ മാലിൻ ഷീത്ത്. ആക്സോണിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ്റെ പേരാണ് മാലിൻ ഷീത്ത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഷീത്ത് ദാറ്റ് കവർ ദ ആക്സോൺ. സോ ദിസ് ഷീത്ത് ഈസ് ഫോമഡ് ബൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. നെർവിൻ്റെ കേസിലാണെങ്കിൽ ഷ്വാൻ സെൽസ് ആക്സോണിനെ കവർ ചെയ്തിട്ടാണ് മാലിൻ ഷീത്ത് ഫോം ചെയ്യുക. ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ കേസിലുള്ള ന്യൂറോൺസ് ആണെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സെല്ല് ആക്സോണിനെ കവർ ചെയ്തിട്ടാണ് മാലിൻ ഷീത്ത് ഉണ്ടാക്കുക. മാലിൻ ഷീത്ത് കണ്ടെയ്ൻസ് എ ലിപ്പിഡ് കോൾഡ് മൈലിൻ. കളർ ഓഫ് മാലിൻ ഷീത്ത് ഈസ് ഷൈനി വൈറ്റ് കളർ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാലിൻ ഷീത്ത്? എന്തിനു വേണ്ടിയാണ് ആക്സോണിൻ്റെ കവറിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഷീത്തിൻ്റെ ആവശ്യം? ദാറ്റ് ഈസ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ആക്സോണിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യണം. ആക്സിലറേറ്റ് ഇമ്പൾസസ്. ഇമ്പൾസസിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററായി ആക്ട് ചെയ്യണം. അതേപോലെ ഈ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ഇൻ ദ കേസ് ഓഫ് നെർവ് സെൽ, മാലിൻ ഷീത്ത് ഈസ് ഫോമഡ് ബൈ ഷ്വാൻ സെൽസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ, മാലിൻ ഷീത്ത് ഈസ് ഫോമഡ് ബൈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇനി ഈ ന്യൂറോൺസിൽ മാലിൻ ഷീത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ചില ന്യൂറോൺസ് എന്താണ്? നോൺ മൈലിനേറ്റഡ് ആണ്. ഇനി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണെന്ന് കാണുന്നതെങ്കിൽ ആ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? വൈറ്റ് മാറ്റർ എന്ന് പറയും. നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണുള്ളതെങ്കിൽ ആ ഭാഗത്തിന് ഗ്രേ മാറ്റർ എന്ന് പറയും. ദാറ്റ് മീൻസ് ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വെയർ we can see myelinated nerve cells are called white matter, and the part where non-myelinated nerve cells are present is called grey matter. So neurons ആണ് മെസ്സേജ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ബട്ട് ഹൗ? ഇപ്പോൾ മൊബൈൽ ടു മൊബൈൽ ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാൻ പറ്റും. ബട്ട് വാട്ട് അബൌട്ട് ന്യൂറോൺസ്? വെദർ ദേ ആർ ടൈപ്പിംഗ് മെസ്സേജസ്? Now look at here. So this is the outer part of the neuron. It is positively charged. Inner part is negatively charged. ഇങ്ങനെ ചാർജ് ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ്. ഇനി ഇതേപോലെ ആണെങ്കിൽ ഔട്ട്സൈഡ് പോസിറ്റീവ് ആൻഡ് ഇൻസൈഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ ഈ ന്യൂറോണിനെ പറയും റെസ്റ്റിംഗ് ആണ്. റെസ്റ്റിംഗ് മീൻസ് അറ്റ് ദ മൊമെൻറ്റ് ദർ ഈസ് നോ മെസ്സേജ്. ആ ഒരു മൊമെൻറ്റിൽ എന്ത് ചെയ്യുന്നില്ല? മെസ്സേജ് മൂവ് ചെയ്യുന്നില്ല. ബട്ട് വെൻ സ്റ്റിമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ അയൺ ഡിസ്ട്രിബ്യൂഷന് ചേഞ്ച് ചെയ്യും. സോ ചാർജ് ഓൾസോ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഔട്ട്സൈഡ് നെഗറ്റീവ് ചാർജായി മാറും, ഇൻസൈഡ് പോസിറ്റീവ് ചാർജായി മാറും. ഇങ്ങനെ ചാർജ് ചേഞ്ച് ചെയ്താൽ അതിനർത്ഥം എന്താണ്? മെസ്സേജ് ഈസ് ഹിയർ. അങ്ങനെ ഓരോ റീജിയണിലേക്കും ഇതുപോലെ മെസ്സേജ് ജമ്പ് ചെയ്ത് പോവും. മെസ്സേജ് ഉള്ള ഭാഗത്ത് ഔട്ട്സൈഡ് നെഗറ്റീവ് ആയിരിക്കും, ഇൻസൈഡ് പോസിറ്റീവ് ആയിരിക്കും. So we have already discussed that neurons are arranged like this. So in between these two neurons there is a space, and that space is called a synapse. So you can see here electric impulse. Electric impulse എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ആൻഡ് മൈനസ് ആയി ചാർജ് മൂവ് ചെയ്ത് സിനാപ്റ്റിക് നോബ് വരെ എത്തി. അതിനുശേഷം ഇമ്പൾസസ് ആർ കളക്റ്റഡ് ബൈ സിനാപ്റ്റിക് വെസിക്കിൾസ്. സിനാപ്റ്റിക് വെസിക്കിൾസ് നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇത്
പോലെ മൂവ് ചെയ്ത് ഔട്ടർ മെംബ്രെയിനിൽ പോയി ബ്രേക്ക് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് വഴി പാസ് ചെയ്ത് എങ്ങോട്ടേക്ക് ഇമ്പൾസിനെ പാസ് ചെയ്യും? നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിലേക്ക് ഇമ്പൾസസിനെ പാസ് ചെയ്യും. ഇങ്ങനെയാണ് സിനാപ്സ് വഴി ഇമ്പൾസസ് മൂവ് ചെയ്യുക. സോ സിനാപ്സ് എന്ന് പറഞ്ഞാൽ 2 ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ജംഗ്ഷൻ മാത്രമാണോ? അല്ല. ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. ഫസ്റ്റ് വൺ, സിനാപ്സ് ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് ന്യൂറോൺ. സെക്കൻഡ് വൺ, സിനാപ്സ് ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് മസിൽ സെൽ. തേർഡ് വൺ, സിനാപ്സ് ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് ഗ്ലാൻഡുലാർ സെൽ. So there are 2 types of neuron, sensory neuron and motor neuron. Sensory neuron carry impulses from the body to brain and spinal cord. Motor neuron carry impulses from the brain and spinal cord to the body. അതായത് സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മളെ ബോഡി പാർട്സിൽ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ ഇമ്പൾസസ് കൊണ്ടുപോകുന്നത് സെൻസറി ന്യൂറോണാണ്. ബ്രെയിനെന്നോ സ്പൈനൽ കോഡിൽ തിരിച്ച് നമ്മളെ ബോഡിയിലേക്ക് ഇമ്പൾസസ് കൊണ്ടുവരുന്നുള്ളത് മോട്ടോർ ന്യൂറോണാണ്. Nerves means group of axons. So there are 3 types of nerves: sensory nerve, motor nerve, mixed nerve. Sensory nerve എന്ന് പറഞ്ഞാൽ carry impulses from various parts of the body to the brain and spinal cord. Motor nerve എന്ന് പറഞ്ഞാൽ carry impulses from the brain and spinal cord to various parts of the body. Mixed nerve എന്ന് പറഞ്ഞാൽ they are able to carry impulses to and from brain and spinal cord.